ഇവിടെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു എക്സിബിഷനാണ്. ഛത്തീസ്ഗഡിലെയും കേരളത്തിലെയും ഭക്ഷണത്തിൻ്റെ ഒരു എക്സിബിഷനാണ്. അതിൻ്റെ താരതമ്യമാണ് നടക്കുന്നത്. 6ാം ക്ലാസ് എയിലെ കുട്ടികളാണ്. ഇവരുണ്ടായിരിക്കുന്ന ഉള്ളിവടയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടിട്ട് തന്നെ. ബ്രെഡ് മിൽക്ക് പുഡിംഗ് ആണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാംഗോ പുഡിംഗ് ആണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾ. ഛത്തീസ്ഗഡിലെയും കേരള ഫുഡിൻ്റെയും കമ്പാരിസനാണ് കുട്ടികൾ ഈ പ്രോജക്റ്റിലൂടെ ചെയ്യുന്നത്. ഇവിടെ ഛത്തീസ്ഗഡിലെ ഫുഡാണ് കുട്ടികൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പെറ എന്നാണ് ഫുഡിൻ്റെ പേര്. പെറ. അതിൻ്റെ കൂടെ വളരെ മനോഹരമായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് വളരെ ടേസ്റ്റിയാണ് ഫുഡുകളെല്ലാം. ബജിയ ആണ് ഫുഡിൻ്റെ പേര്. First take a bowl and put white rice. ഇവിടെ കുക്കിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസും ഹൗ ടു കുക്കിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. പായസം ഉണ്ടാക്കുന്നത് ആദ്യം ഒരു സ്റ്റീൽ ചട്ടി എടുക്കുക. അതിലോട്ട് പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് സേമിയത്തിൻ്റെ മറ്റേ സേമിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മിൽക്ക് മെയ്ഡ് അതൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കുക. കുറച്ച് ലാസ്റ്റ് ഇവിടെ അടിപൊളി പഴംപൊരി മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും വളരെ ടേസ്റ്റിയാണ്. അടിപൊളിയായിട്ട് മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പൊരിച്ച പത്തിരിയാണ്. കുട്ടികൾ സ്വയം ഉണ്ടാക്കിയതാണ്. കുട്ടികൾ ഉണ്ടാക്കിയ ഫ്രഞ്ച് ടോസ്റ്റാണ്. ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഉണ്ണിയപ്പം. ഇത് മനോഹരമായ ചിക്കൻ റോൾ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയതാണ്. ഇത് മുഹബത്ത് കാ സർബത്താണ്. ഇത് കഴിച്ചാൽ നമുക്കൊക്കെ മുഹബത്ത് ഉണ്ടാകുന്നതാണ് കുട്ടികൾ പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ ചിക്കൻ നഗറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കുട്ടികൾ സ്വയം ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഷാഹി തുക്കടയാണ്. ഇതിൻ്റെ പേര് ലുക്കൈമറ്റ് എന്നാണ്. ഇത് സ്നോബോളാണ്. മുട്ട കൊണ്ടുണ്ടാക്കിയതാണ് ഐറ്റം. ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് പിസ്തയുണ്ട്. കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ട്. ഇത് ഇറാനി പോളോ ആണ്. കുട്ടികൾ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മുടെ മിടുക്കന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ ഞെട്ടിക്കൽ ബിരിയാണിയൊക്കെ കണ്ടതുപോലെ ഇതൊരു ഞെട്ടിക്കൽ കട്ട്ലേറ്റ് എന്നാണ് പറഞ്ഞത്. കേക്കാണ്. ഇത് പഴം കേക്ക്, കായ്പോള എന്നൊക്കെ പറയുന്നുണ്ട്.
ഇത് ബ്രോണിയാണ്, അമ്മയുടെ സഹായത്തോടെ ഉണ്ടാക്കിയതാണ്. അടിപൊളി സാധനം. അടുത്ത ക്ലാസ്സാണ്. ഇവിടെ പായസം, അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട്ലറ്റ്, പിന്നെ നമുക്ക് കാണാം പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഡോണറ്റ് എന്നാണ്. പിസ്ത മിൽക്കാണ്. ഉണ്ണിയപ്പം. ആൽഫ്രെഡോ പാസ്തയാണ് ഈ കാണുന്നത്. ഇത് മുട്ടമറി എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാം വളരെ ടേസ്റ്റി ഫുഡുകളാണ്. കുട്ടികൾ സ്വയം ഉണ്ടാക്കിയതുണ്ട്, പേരൻസിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കിയതുണ്ട്. ആരോ റൂട്ട് പുഡിംഗ് ആണ്. വൈറ്റ് സോസ് പാസ്തയാണ്. ചോക്ലേറ്റ് പുഡിംഗ്. ലോഡഡ് ഫ്രൈസ് ആണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് റാഗി ലഡുവാണ്. വളരെ ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്, ഇളനീർ പായസം. ഇത് കോക്കനട്ട് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുഞ്ഞിപ്പത്തലുണ്ട്. ആൽഫറ്റോ പാസ്തയുണ്ട്. പാനിപ്പൂരി ഉണ്ട്. വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ട്. കാണുന്ന ബദാം മിൽക്കാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മോമോസ് ഉണ്ട്. ഉന്നക്കായ, റൈസ് ഫറ, ഇത്രയും സാധനങ്ങളുണ്ട്. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. അടിപൊളി. ഇത് മാംഗോ പുഡിംഗ് ആണ്. വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കുട്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിക്കൻ നഗറ്റാണ്. പറഞ്ഞ ഫ്രൂട്ട് സാലഡാണ്. മിൻറ്റ് ലൈമുണ്ട്. പ്രോജക്റ്റിനോടനുബന്ധിച്ചുള്ള ഫുഡ് എക്സിബിഷൻ അങ്ങനെ മനോഹരമായിട്ട് കഴിയുകയാണ്.